എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 20-3. അവിടെ 3 മാസം കഴിച്ചിട്ട് സിറിയയ്ക്ക് കപ്പൽ കയറി പോകുവാൻ ഭാവിക്കുമ്പോൾ യഹൂദന്മാർ അവൻ്റെ നേരെ കൂട്ടുകെട്ട് ഉണ്ടാക്കുകയാൽ മക്കദോന്യ വഴിയായി മടങ്ങിപ്പോകുവാൻ നിശ്ചയിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെരുശലേം സഭയുടെ സഹായത്തിനായി അല്ലെങ്കിൽ ഉദവിക്കായി മക്കദോനിയ സഭകളിൽ നിന്ന് ധർമ്മശേഖരത്തിനുള്ള ക്രമീകരണങ്ങൾ പൗലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സ്വീകരിക്കുന്നതിനായിരുന്നു മടക്കയാത്ര മക്കദോന്യ വഴിയാക്കിയത്. പൗലോസിൻ്റെ യാത്രയിലും പ്രവർത്തനത്തിലും എല്ലായ്പ്പോഴും കൂട്ടുവിശ്വാസികളുടെ സാന്നിധ്യം ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഒരു മിഷൻ, ഒരു ക്രിസ്തീയ മിഷൻ എന്ന് പറയുന്നത് ഒരു ഒറ്റ മിഷനല്ല, കൂട്ടുപ്രവർത്തനമാണ്. ആരെങ്കിലും ഞാൻ തനിയെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പലപ്പോഴും പരാജയപ്പെട്ടു പോകും. കാരണം അതൊരു ടീം വർക്കാണ്. ബർന്നബാസ്, മർക്കോസ്, ശീലാസ്, തിമത്തിയോസ്, ലൂക്കോസ് തുടങ്ങിയ ആളുകളൊക്കെ ഓരോ അവസരത്തിലും പൗലോസിന് കൂട്ടുവേലക്കാരുടെ സഹിത്വം നൽകിയവരാണ്. റോമായിലെ കാരാഗൃഹത്തിൽ തിമത്തിയോസിനോട് വേഗത്തിൽ എൻ്റെ അടുക്കൽ വരിക, മർക്കോസിനെയും കൂട്ടി വരിക എന്ന് പൗലോസ് പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. അത് തിമത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. പൗലോസിൻ്റെ മടക്കയാത്രയിൽ കൂടെ ഉണ്ടായിരുന്നവരെ കുറിച്ച് പരിശോധിക്കുമ്പോൾ, ഒന്ന് ബെരോവയിലെ പുറോസിൻ്റെ മകൻ സോപത്രോസാണ്. മറ്റൊന്ന് തെസ്സലോനിക്കക്കാരായ അരിസ്തർഹോസും സെക്കുന്തോസും. മറ്റേത് ആസ്യക്കാരായ തുഹിക്കോസും ത്രോഫിമോസും. ഇവിടെ ഈ ദേശപ്പേര് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് അവരെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാനും അവരുടെ സാമൂഹിക പശ്ചാത്തലം ഗ്രഹിക്കുന്നതിനും ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം പൗലോസുമായി അവർ ബന്ധപ്പെട്ടത് എങ്ങനെ എന്ന് കാണിക്കാനും ഇത് രേഖപ്പെടുത്തിയിരിക്കാം. ഈ യാത്രാ സംഘം 3 വിധത്തിലുള്ള സാക്ഷ്യം വഹിച്ചു എന്ന് നമുക്ക് അനുമാനിക്കാം. ഒന്ന്, സഭയുടെ ഐക്യവും സാർവത്രികതയും, യൂണിറ്റി ആൻഡ് കാതോലിസിറ്റി ഓഫ് ദി ചർച്ച്. പല ദേശക്കാർ, അതേസമയം ഒരു സഭയുടെ അംഗങ്ങൾ. അവിടെ വർഗ വർണ്ണ വ്യത്യാസങ്ങളോ ജാതി ഭേദങ്ങളോ ഒന്നുമില്ല. ഈ ലോകത്തിൽ എവിടെയായാലും ഏത് ദേശമോ ഭാഷയോ വർഗമോ ഒക്കെ വ്യത്യസ്തമായാലും കർത്താവിൽ വിശ്വസിച്ച് കടന്നു വരുന്ന സമൂഹം ഒരു ഗാത്രത്തിൻ്റെ അംഗങ്ങളാണ് എന്ന് മറന്നു പോകരുത്. 2, പൗലോസിൻ്റെ സുവിശേഷ വേലയുടെ ഫലമായി ക്രിസ്തു വിശ്വാസികളായവരാണ് ഇവരെല്ലാം. അതുകൊണ്ട് തന്നെ തുടർന്ന് പൗലോസിൻ്റെ മിഷണറി യാത്രയിലും സുവിശേഷ പ്രഘോഷണത്തിലുമൊക്കെ അവർ പങ്കാളികളായി, സാക്ഷികളായി തീരുകയും ചെയ്തു. ഒന്നാമത്തെ മിഷണറി യാത്രയിൽ ദർബ, ലുസിയ എന്നീ സ്ഥലങ്ങളും, 2-ാമത്തെ യാത്രയിൽ തെസ്സലോനിക്ക, ബെരോവ തുടങ്ങിയ സ്ഥലങ്ങളും, 3-ാമത്തെ യാത്രയിൽ എഫസോസും സന്ദർശിച്ച് പൗലോസ് വേല ചെയ്തു. ആ കാലത്തിലൊക്കെ ലഭിച്ച ആദ്യ ഫലങ്ങളാണ് ഇവിടെ നമ്മൾ സൂചിപ്പിച്ച ആളുകൾ. എന്നാൽ അവരെ തുടർന്നുള്ള സുവിശേഷ പ്രവർത്തനങ്ങളിൽ പൗലോസിൻ്റെ ഉറ്റ പങ്കാളികളായി. വിദേശികളെക്കാൾ തദ്ദേശവാസികളായിരുന്നു കൂടുതൽ ഫലപ്രദമായി പൗലോസിനോട് ചേർന്ന് നിന്നത്. 3-ാമത്തെ ഒരു കാര്യം, പ്രാദേശിക സഭകളുടെ സുവിശേഷ ദർശനത്തിൻ്റെ വ്യക്തമായ നിദർശനമായിരുന്നു ഈ പറഞ്ഞ ആളുകൾ. സുവിശേഷിക്കപ്പെട്ടവർ, സുവിശേഷത്തിനായി സമർപ്പിച്ച ആളുകൾ. അതായത് കിട്ടിയത് കൊടുക്കാൻ ലഭിച്ച ഉത്ബോധം അവർക്കുണ്ടായിരുന്നു. അവർക്ക് ലഭിച്ച സുവിശേഷം അവർ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു.
DT നൈൽസ് എന്ന ശ്രീലങ്കക്കാരനായ ഒരു തിയോളജിൻ്റെ വാക്കുകൾ ഇതുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ബന്ധിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, ഇവാഞ്ചലിസം എന്ന് പറയുന്നത് വൺ ബെഗർ ടെല്ലിങ് അനദർ ബെഗർ വെയർ ടു ഗെറ്റ് ഫുഡ്. എവിടെ ചെന്നാൽ ഭക്ഷണം ലഭിക്കുമെന്ന് ഒരു ഭിക്ഷക്കാരൻ മറ്റൊരു ഭിക്ഷക്കാരനോട് പറയുന്നത് പോലെയാണ് സുവിശേഷം. നമുക്ക് ലഭിച്ചതും നമ്മെ തൃപ്തി വരുത്തിയതുമായ കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുക. പൗലോസിൻ്റെ കൂടെ യാത്ര ചെയ്ത ആളുകൾ ഇങ്ങനെയുള്ള ആളുകളായിരുന്നു. യെരുശലേം സഭയ്ക്ക് മക്കദോനിയ സഭകളിൽ നിന്ന് സ്വരൂപിച്ച ധർമ്മശേഖരം കൂടെ കൊണ്ടുപോകാനാണ് യാത്ര മക്കദോനിയ വഴിയാക്കിയത്. അല്ലെങ്കിൽ കർത്താവ് അങ്ങനെയാണത് ക്രമീകരിച്ചത്. സോപത്രോസ്, അരിസ്തർഹോസ്, സെക്കുന്തോസ് ഇങ്ങനെയുള്ള ആളുകളായിരിക്കാം ഒരു പക്ഷെങ്കിൽ ധർമ്മശേഖരം സ്വരൂപിക്കാൻ നേതൃത്വം നൽകിയത്. മക്കദോനിയ സഭകൾ അവരുടെ ബാല്യദശയിലായിരുന്നു. എന്നാൽ യെരുശലേമിലെ വിശ്വാസികളുടെ ബുദ്ധിമുട്ടിൽ സഹായിപ്പാൻ ഒട്ടും മടി കാണിച്ചില്ല. കൈ അയച്ച് യെരുശലേം സഭയെ അവർ സഹായിച്ചു. അവസരം ലഭിച്ചതിൽ അവരൊരുപാട് സന്തോഷിച്ചിരിക്കാം. കാരണം സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. പ്രാദേശിക സഭകൾ അതിൻ്റെ അവയവങ്ങളാണ്. ഒരു അവയവത്തിൻ്റെ വേദന ശരീരത്തെ മൊത്തം ബാധിക്കും. പരസ്പര ബന്ധത്തെയും ഐക്യത്തെയും വ്യക്തമാക്കുന്ന അവസരമാണ് ധർമ്മശേഖരം അല്ലെങ്കിൽ പിരിവ് എന്ന് പറയുന്നത്. ചില ആളുകൾ വിമർശിക്കാറുണ്ട്, എപ്പോൾ നോക്കിയാലും പിരിവ്. എന്നാൽ ഇത് കർത്താവിൻ്റെ ശരീരമായ സഭയുടെ ആകമാന വളർച്ചയ്ക്ക് വേണ്ടി സഭ ക്രമീകരിക്കുന്ന കാര്യങ്ങളാണ് എന്നതിൽ തർക്കമില്ല. സഭയിൽ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന പിരിവ് നമുക്ക് അരോചകമായി ഒരു പക്ഷെങ്കിൽ തോന്നാം. എന്നാൽ അത് കർത്താവിൻ്റെ ശരീരമായ സഭയെ പോഷിപ്പിക്കാനുള്ള അവസരങ്ങളായി കരുതുമ്പോൾ മടി കൂടാതെ നൽകുന്നതിനും നമുക്ക് സാധിക്കും. മക്കദോനിയ സഭ ഏറ്റവും വലിയ ഉദാഹരണമായി നമ്മുടെ മുൻപിലുണ്ട്. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ ശരീരമായ സഭയുടെ പോഷണത്തിന് ആവോളം നൽകാൻ നമ്മെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവെ, മനോഹരമായ പുതിയ ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ലഭിച്ച ആലോചനയ്ക്കായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാനുള്ള ബലവും ഊർജവും അതിനുള്ള ആരോഗ്യമൊക്കെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ബലഹീനരാണ്. ഞങ്ങളിൽ തന്നെ ഒന്നും ഇല്ലാത്തവരാണ് എന്ന് സമ്മതിക്കുന്നു. ഞങ്ങൾക്ക് തോന്നുന്ന ബലം ബലഹീനതയാണ് എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കൃപയിൽ മാത്രം ആശ്രയിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വാക്കും പ്രവൃത്തിയും ആർക്കും ദോഷത്തിന് കാരണമാകരുത്. കർത്താവേ, ദൈവരാജ്യ പ്രഘോഷണത്തിന് വേണ്ടിയും ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിനുമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെയും ഇന്ന് പകൽക്കാലം ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരും ദൈവസന്നിധിയിൽ വിധേയപ്പെട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ച് അനുഗ്രഹത്തിൻ്റെ പുതിയ നാളുകളിലേക്ക് പ്രവേശിപ്പാൻ അവരെ ഇടയാക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ ആലോചനയും കൃപയും നാം എല്ലാവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.